ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാത്സ് ആനുവൽ എക്സാം ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. In the following rectangle, some squares of side 1 centimeter each are arranged. അപ്പോൾ എന്താണ്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളില് 1 സെന്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. How many squares with side of 1 centimeter can be arranged inside this rectangle? അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാങ്കിളിൽ നമുക്ക് എത്രത്തോളം സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം. ഇത് ഇവിടുന്ന് ജോയിൻ ചെയ്തു, ദെൻ ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇതും ഇങ്ങോട്ട് വരച്ചു, ഇതും ഇങ്ങോട്ട് വരച്ചു നോക്കി. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര? ഇത് ഇങ്ങോട്ടും കൂടി വരക്കുക. അപ്പൊ 1 2 3 4 4 ഇവിടെ, 1 2 3 4 5. അപ്പൊ ഇവിടെ നമുക്ക് 4 ഇവിടെ നമുക്ക് എത്ര എണ്ണം പറ്റും? 5 പറ്റും. അപ്പൊ ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ എത്ര സ്ക്വയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 4 × 5 which is equal to 4 × 5 എത്രയാണ്? 20 സ്ക്വയേഴ്സ് ഇതിന്റെ ഉള്ളിൽ പറ്റും. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉള്ള കൂട്ടുകാർ എന്ത് ചെയ്യാ? ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഫുള്ള് ജോയിൻ ചെയ്തിട്ട് എന്താ എണ്ണി നോക്കുക. അപ്പോൾ നമുക്ക് 20 കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ? ഈ റെക്ടാങ്കിളിലെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ എന്ന് പറഞ്ഞാലുള്ള ഇക്വേഷൻ എന്താണ്? L × B ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ 5 ആണ്, B എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ അതും എത്രയാണ്? 20 ആണ്, 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ? അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലെങ്ത് എഴുതണം. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B ആണ്. 2 നമ്മൾ അങ്ങനെ എഴുതി. ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 ആണ്, പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബ്രെഡ്ത്ത് 4 ആണ്. 5 + 4 എത്രയാണ്? 9. 2 × 9 എന്ന് പറഞ്ഞാൽ 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? പെരിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 എന്താ? ഫൈൻഡ് ദ റിമൈൻഡർ when the number 3624 is divided by the numbers given below. അപ്പോ ഈ തന്നിരിക്കുന്ന നമ്പർ താഴെ തന്നിട്ടുള്ള നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഈസ് ദ റിമൈൻഡർ when divided by 10? അതായത് 3624 നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? അത് കൂട്ടുകാർ ചെയ്ത് നോക്കിയാൽ കിട്ടും. യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിമൈൻഡർ കിട്ടുക എത്രയാണ്? 4 ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിമൈൻഡർ when divided by 5? അപ്പൊ 5 വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? The digit in the one place which is less than 5 is എത്രയാണ്? 4 ആണ്. അപ്പൊ അതും നമുക്ക് 4 കിട്ടും. ഇനി അടുത്തയില് ഈ നമ്പർ വാട്ട് ഈസ് ദ റിമൈൻഡർ when divided by 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതൊരു ഈവൻ നമ്പർ ആണ്. അപ്പൊ അത് 2മായി ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്താണ്? കിട്ടില്ല. റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിമൈൻഡർ? അപ്പൊ ഇതുപോലെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എത്ര കിട്ടുമെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കേണ്ട ആക്ടിവിറ്റി ആണ്. അപ്പൊ അത് ചെയ്തിട്ട് എഴുതി നോക്കുക. ഇനി
ഇനി ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് എന്താ? Activity 3, draw a rectangle with area 12 square centimeter and perimeter 40 centimeter. അപ്പൊ നമ്മളൊരു റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 12 കിട്ടണം, പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടണം? 14 കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കി നോക്കാം നമുക്ക്. നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 14 അതായത് 2 × L + B which is equal to 14. അതായത് ഈ രണ്ടിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ L + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14ന്റെ പകുതി ആയിട്ടുള്ള 7. ഓക്കെ, 7. അപ്പൊ നമുക്ക് എന്താ? രണ്ട് സംഖ്യ L + B ചെയ്യുമ്പോ 7 കിട്ടണം, അതുപോലെ L × B ചെയ്യുമ്പോ ഏരിയ ആയിട്ടുള്ള 12 കിട്ടണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ നമ്മൾ ലെങ്ത് ഇപ്പൊ ഒരു 4ഉം ഒരു 3ഉം എടുത്തു നോക്കി. 4 + 3 എത്രയാണ്? 4, 5, 6, 7. ഈ 4 × 3 ചെയ്താൽ നമുക്ക് 12 കിട്ടും. അപ്പൊ നമ്മുടെ റെക്ടാങ്കിൾ വരക്കേണ്ടത് എങ്ങനെയാണ്? 4 cm ലെങ്ത്തും 3 cm വിഡ്ത്തിലും വരച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ കിട്ടും. 4 cm then ഇവിടെ 3 cm. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4 എന്താ? If 125 × 8 is equal to 1000, then what is 125 × 24? എന്താണ്? 125 × 8000 ആണെങ്കിൽ 125 × 24 എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ ചെയ്യാ? ഒന്നില്ലെങ്കിൽ കൂട്ടുകാരെ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാ, അതല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാ? 125 × 24 ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് മാത്സിൽ ആൻസർ കിട്ടിയാൽ മതി, അതിനാണ് പ്രാധാന്യം. അപ്പൊ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 3000 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ലോജിക്ക് ഉപയോഗിച്ചും ചെയ്യാം. അതായത് 125 × 8 × 3 അതായത് 24 നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 125 × 8 ആണ് എത്ര? 1000 വരുന്നത്. ഈ 8നെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 8ന്റെ എത്രാമത്തെ ടേബിൾ ആണ് 24? 125 × 4 നമുക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഈ 24 ആണ്, സോറി. അപ്പൊ ഈ 24 നമുക്ക് 8ന്റെ ടേംസിൽ എഴുതുമ്പോ 125 × 8ന്റെ ടേംസിൽ എഴുതുമ്പോ 8 × 3 ആണല്ലേ. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ഇതിന്റെ കൂടെ ഒരു 3 കൂട്ടി 3 ഇൻറ്റു ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ ആൻസർ ആയിട്ടുള്ള 1000ന്റെ കൂടെ എന്ത് ചെയ്യാ? ഒരു 3 ഇൻറ്റു ചെയ്യാ. അപ്പൊ നമുക്ക് 300 3000 സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതായിരിക്കും ഈസി മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. If 900 divided by 3 is equal to 13, then what is 900 divided by 15? അപ്പൊ ഇതും എന്താണ്? ഇതേപോലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതൊന്നില്ലെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുക. 900 ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാലും മതി. അപ്പൊ ഡയറക്റ്റ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 16 എന്നാണ് കിട്ടുക. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്. 90 biscuits are to be distributed among 15 children. How many biscuits should be given to each child to ensure that the division is the same? അപ്പൊ എന്താണ്? 90 ബിസ്ക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? 15 പേർക്ക് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇത് 90 divided by 15. ഓക്കെ, ചെയ്തു. How many biscuits should be given to each child? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് നോക്കി നോക്കാം. 90 നമ്മള് എന്ത് ചെയ്യാ? 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും?
6 കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ വെട്ടി ചെറുതാക്കിയിട്ട് 15 വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ചെറുതാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ചെറുതാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് 5 കട്ട് ചെയ്യണമെങ്കിൽ 30/5 അങ്ങനെയും കിട്ടും, അങ്ങനെ നമുക്ക് 6 കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയും കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. If the length of a desk is 1 meter and 90 centimeter, ഒരു ഡെസ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 meter 90 centimeter ആണെങ്കിൽ write the length of the desk as fraction. അപ്പോ ഇത് നമുക്ക് ഫ്രാക്ഷനില്, അതായത് 1 meter 90 centimeter എന്നതിനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എന്തെഴുതാൻ പറ്റും? 1 മീറ്ററിന് 1 എന്നും 90 centimeter ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ നമുക്ക് എഴുതാം 190/100 meter. ഓക്കെ, ഇനി write the length of the desk in meters. അപ്പൊ ഡെസ്കിന്റെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ മീറ്ററിൽ നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1.9 meter or 90 meter എന്ന് എഴുതാം. റൈറ്റ് ദ ലെങ്ത് ഓഫ് ഡെസ്ക് ഇൻ സെന്റിമീറ്റർ. അപ്പൊ ഇനി സെന്റിമീറ്റർ എഴുതാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സെന്റിമീറ്ററിൽ എഴുതാണെങ്കിൽ എത്രയാണ്? 100. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്, പ്ലസ് 90 സെന്റിമീറ്റർ, അതായത് 190 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.